ഹലോ, നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ സ്ഥിതവൈദ്യുതിയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എർത്തിങ് എന്താണെന്ന് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചാർജൊന്നുമില്ലാത്തൊരു ബോഡിനെ അഥവാ ചാർജൊന്നുമില്ലാത്തൊരു വസ്തുവിനെ എങ്ങനെ ചാർജുള്ളൊരു വസ്തുവാക്കി മാറ്റുന്നു എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമുക്കിവിടെ പോസിറ്റീവ് ചാർജുള്ളൊരു ഗ്ലാസ് റോഡ് ഉണ്ട്. അതിൻ്റെ ഇവിടെ ഒരു പിത്ത് ബോളുണ്ട്. പിത്ത് ബോൾ എന്ന് വെച്ചാൽ അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഇൻസുലേറ്ററാണ്, അഥവാ ഇതിനെ ചാർജിനെയൊന്നും കടത്തി വിടൂല. ഇനി ഇങ്ങനെ ഈ ഒരു പോസിറ്റീവ് ചാർജുള്ള ഈ ഒരു ഗ്ലാസ് റോഡ് ഈ ഒരു പിത്ത് ബോളുമായിട്ട്, ചാർജൊന്നും ഇല്ലാത്ത പിത്ത് ബോളുമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ എന്താണ്, ഇതിലുള്ള പോസിറ്റീവ് ചാർജ് ഈ ഒരു പിത്ത് ബോളിനും കൂടെ കിട്ടും. അഥവാ ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സമ്പർക്കം മൂലം മറ്റൊരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്, ചാർജിങ് ബൈ കണ്ടക്ഷൻ, സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. ഈ ഒരു പോസിറ്റീവ് ചാർജുള്ള ഈ ഒരു ഗ്ലാസ് റോഡിൻ്റെ ടച്ച് കാരണം ഈ ഒരു പിത്ത് ബോളിനും പോസിറ്റീവ് ചാർജ് കിട്ടുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇതിനും പോസിറ്റീവ് ചാർജ് ആണ് ആവണത്. ഓക്കെ, ഇനി രണ്ടിനും പോസിറ്റീവ് ചാർജ് ആവണത് കൊണ്ട് തന്നെ ഇത് റിപ്പൽ ചെയ്യും. ഒരുപോലെയുള്ള ചാർജ് എന്താണ്, വികർഷിക്കും അല്ലേ. ഇനി ഇങ്ങനെ ഈ ചാർജിങ് ബൈ കണ്ടക്ഷൻ സംഭവിക്കുമ്പോൾ രണ്ട് വസ്തുക്കൾക്കും കിട്ടുക എന്താണ്, പോസിറ്റീവ് ചാർജാണ് കിട്ടുക. ഓക്കെ, സമ്പർക്കം വഴി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കൾക്കും ഒരേ ഇനം ചാർജ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇവിടെ നമ്മളൊരു പോസിറ്റീവ് ചാർജുള്ള ഗ്ലാസ് റോഡ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ചാർജ് ഇല്ലാത്ത പിത്ത് ബോളിനും കിട്ടിയത് എന്ത് ചാർജാണ്, പോസിറ്റീവ് ചാർജാണ് ചാർജിങ് ബൈ കണ്ടക്ഷനിലൂടെ കിട്ടിയത്. ഇനിയിപ്പോൾ ഒരു നെഗറ്റീവ് ചാർജുള്ള ഒരു ഗ്ലാസ് റോഡാണ് നമ്മൾ എടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ ആണോ. ഇനി നമുക്ക് ഇവിടെ ഒരു മെറ്റൽ ഉണ്ട്, ഒരു മെറ്റൽ സ്ഫിയർ ഉണ്ട്. അതിൽ നമുക്ക് എന്താണ്, പോസിറ്റീവ് നെഗറ്റീവും ഒരുപോലെയാണല്ലോ ഉണ്ടാവുക. ഒരുപോലെ പോസിറ്റീവ് നെഗറ്റീവും അവിടെ ഇവിടെ ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു വസ്തുവായിട്ട് ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കും. ഈ ഒരു മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കും. ടച്ചില്ല, കോണ്ടാക്ട് ചെയ്യിക്കുന്നില്ല, തൊട്ടടുത്ത് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ എന്താവും, ഈ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ഈ ഒരു പോസിറ്റീവ് ചാർജ് ഈ സൈഡിലായിട്ട് വരും, നെഗറ്റീവ് ചാർജ് മറ്റു സൈഡിലേക്കും പോകും. പോസിറ്റീവ് ചാർജ് ഈ സൈഡിൽ വരാൻ കാരണം എന്താണ്, നമ്മൾ നെഗറ്റീവ് ചാർജുള്ള ഒരു വസ്തുവിനെയാണ് അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അട്രാക്റ്റ് ആവും. ഈ നെഗറ്റീവ് ചാർജിലോട്ട് ഈ പോസിറ്റീവ് ചാർജ് അട്രാക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് പോസിറ്റീവ് ഈ ഒരു സൈഡിൽ വരാൻ വേണ്ടി കാരണം. ബാക്കിയുള്ള നെഗറ്റീവ് ചാർജ്, ബാക്കിയുള്ള ഇലക്ട്രോൺസ് മറ്റു സൈഡിലും നിൽക്കും. അങ്ങനെ നമ്മൾ നെഗറ്റീവ് ചാർജുള്ള ഈ ഒരു വസ്തു, നെഗറ്റീവ് ചാർജുള്ള ഈ ഒരു ബോഡി ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ, ഈ ഒരു മെറ്റോസ്ഫിയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇവിടെ എന്താണ്, ചാർജസിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ടല്ലേ. ഈ ഒരു ചാർജസിൻ്റെ പുനർക്രമീകരണം നടക്കുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ കടന്നുകൊടുത്തുനിന്ന് പോസിറ്റീവ് ഒരു സൈഡിലേക്കും നെഗറ്റീവ് മറ്റൊരു സൈഡിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട് ഈ ഒരു നെഗറ്റീവ് ചാർജിൻ്റെ ഫലമായിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തെയാണ് എന്ത് പറയുന്നത്, സ്ഥിതവൈദ്യുത പ്രേരണം എന്ന് പറയുന്നത് അല്ലേ. നമ്മളിവിടെ ഈ ഒരു ബോഡി കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ ഇവിടെയുള്ള ചാർജസ് ഒക്കെ പുനഃക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ഇവിടുന്ന് ഈ ഒരു ബോഡി മാറ്റിയെന്ന് വെച്ചോളൂ. ഈ നെഗറ്റീവ് ബോഡി മാറ്റിയാൽ ഇത് ആദ്യത്തെ പോലെ തന്നെ, പഴയ പോലെ ഇങ്ങനെ തന്നെ വരും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബോഡിനെ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഈ സൈഡിൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഈ ഒരു സൈഡിൽ നെഗറ്റീവ് ഇലക്ട്രോൺസും ഉണ്ട്. ഇത് ഇങ്ങോട്ടേക്ക് അട്രാക്റ്റായി നിൽക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി അപ്പോൾ നമ്മൾ എർത്തിങ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഈ ഒരു അധികമുള്ള ഇലക്ട്രോൺസ്, ഈ ഒരു നെഗറ്റീവ് ചാർജൊക്കെ എന്താവും, ഭൂമിയിലോട്ട് പോകും അല്ലേ. പക്ഷേ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ ഇങ്ങനെ നിൽക്കും. കാരണം എന്താണ്, ഇതിനോട് അട്രാക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ നിൽക്കും. ഇനി നമ്മൾ ഈ ഒരു എർത്തിങ് ഒഴിവാക്കി കഴിഞ്ഞാലും എന്തായിരിക്കും സംഭവിക്കുക, ഇനി ഇവിടെ നമ്മൾ എർത്തിങ് ഒഴിവാക്കി കഴിയുമ്പോഴും ഈ ഒരു ബോഡി ഇവിടെ ഉണ്ടെങ്കിൽ, ഈ ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ആയി ഈ സൈഡിൽ തന്നെ നിൽക്കും. ഇനി നമ്മൾ ഈ നെഗറ്റീവ് ചാർജുള്ള ഈ ഒരു വസ്തു ഉണ്ടല്ലോ, ഇത് ഇവിടുന്ന് എടുത്തു മാറ്റിയാൽ എന്ത് സംഭവിക്കും, ഈ ഒരു പോസിറ്റീവ് ചാർജ് ഈ ഒരു സ്ഫിയറിൽ മുഴുവനായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഈ ഒരു സൈഡിലോട്ട് മാത്രം നിൽക്കില്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്, നമ്മളിവിടെ കൊണ്ടുവന്നിരുന്നത് ഒരു നെഗറ്റീവ് ബോഡിയാണ് ഇതിനോട് അടുപ്പിച്ച് കൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയതിൽ എന്താണ്, പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയറാണ് നമുക്ക് കിട്ടിയത്. പോസിറ്റീവ് ചാർജുള്ള ഒരു വസ്തുവാണ് കിട്ടിയിട്ടുള്ളത്. നെഗറ്റീവ് ചാർജൊക്കെ ഇതിന് എർത്തൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വസ്തുവിനെ അതിൻ്റെ കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നിട്ടില്ല, അതിൻ്റെ അടുത്ത് വെച്ചപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്, നെഗറ്റീവ് ചാർജൊക്കെ എർത്തൻ ചെയ്ത് പോയി. ബാക്കി നമുക്ക് പോസിറ്റീവ് ചാർജ് ആണ് ബാക്കി വന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ
ഒരു ഇലക്ട്രോസ്കോപ്പ് സമീപത്ത് നെഗറ്റീവ് ചാർജ് ചെയ്ത ദണ്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? ആ നെഗറ്റീവ് ദണ്ട് എന്താവും? ഈ നെഗറ്റീവ് ഈ ഒരു കോപ്പറിലൂടെ, നമ്മുടെ കോപ്പർ വയറിലൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ വരും. ഈ ഒരു അലൂമിനിയം ഫോയിൽ ഗോൾഡൻ ലീഫിൽ എന്താവും? ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ നെഗറ്റീവ് ചാർജൊക്കെ ഈ ഒരു സൈഡിൽ നിൽക്കും, പോസിറ്റീവ് ചാർജ് ഇതിനോട് അട്രാക്റ്റ് ആയിട്ട് ഈ ഒരു സൈഡിലും വന്ന് നിൽക്കും അല്ലേ. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഇവിടെ നിന്നതുകൊണ്ട് തന്നെ എന്താവും? ഇത് തന്നെ റിപ്പൽ ചെയ്യും. രണ്ടിടത്തും നെഗറ്റീവ് ചാർജാണ് ഉണ്ടാവുക, അതുകൊണ്ട് ഇത് റിപ്പൽ ചെയ്യും. പോസിറ്റീവ് ചാർജ് ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവുക, കാരണം നമ്മൾ നെഗറ്റീവാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ദണ്ട് കൊണ്ടുവന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ആയി നിൽക്കും. ഇനി നമ്മളതിനെ എർത്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ അധികമുള്ള ഇലക്ട്രോൺസ് ഇതെപ്പോഴും ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ആയി നിൽക്കും, ബാക്കിയുള്ള ഈ നെഗറ്റീവ് ഇലക്ട്രോൺസ് ഒക്കെ എന്താവും? എർത്തൻ ചെയ്ത് പോകും. അപ്പോഴൊക്കെ ഈ ഗോൾഡൻ ലീഫ് എന്താവും? അല്ലെങ്കിൽ ഈ അലൂമിനിയം ഫോയിൽ അടുത്ത് വരും. അതിന് മറ്റ് വ്യത്യാസങ്ങളൊന്നും വരില്ല, ആദ്യത്തെ പഴയ പോലെ ആവും. ഇനി നമ്മൾ ആ എർത്തൻ ഒഴിവാക്കി കഴിഞ്ഞാലും എന്താണ് ഉണ്ടാവുക? അതുപോലെ തന്നെ ഉണ്ടാവും അല്ലേ. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നല്ലോ ഒരു സാധനം, നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്നല്ലോ. ആ നെഗറ്റീവ് ചാർജിനെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജ് എന്താവും? ഈ ഒരു കോപ്പർ വയറിലേക്ക് മൊത്തമായിട്ട് വരും അല്ലേ. അങ്ങനെ ഈ ഒരു ഗോൾഡൻ ഫോയിലും എത്തും, അല്ല അലൂമിനിയം ഫോയിലും വരും. അലൂമിനിയം ഫോയിലും വരുന്നത് എന്തായി? രണ്ട് പോസിറ്റീവ് ചാർജ് ഈ രണ്ട് അലൂമിനിയം ഫോയിലും കിട്ടുന്നത് കൊണ്ട് രണ്ടും ഒരേപോലെയുള്ള ചാർജ് കിട്ടുമ്പോൾ ഈ രണ്ട് അലൂമിനിയം ഫോയിൽ എന്താവും? റിപ്പൽ ചെയ്യും, വികർഷിക്കും ഇല്ലേ. അപ്പോൾ നമ്മളിത് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കും ഈ ഒരു പ്രോസസ്, അഥവാ ഈ ഒരു പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഈ ഒരു കോപ്പർ വയറിൽ ഇങ്ങനെ പോസിറ്റീവ് ചാർജ് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും. അഥവാ നമ്മളിപ്പോൾ കൊണ്ടുവന്നത് നെഗറ്റീവ് ചാർജാണ്, പക്ഷേ നമ്മൾക്ക് എന്താണ് ഇവിടെ ഫോം ചെയ്തത്? ഒരു പോസിറ്റീവ് ചാർജുള്ള വസ്തുവല്ലേ നമുക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ളത്. ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിർത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്നത് ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും. നമ്മളിവിടെ നെഗറ്റീവ് ചാർജ് ഉപയോഗിച്ചാണ് ചാർജ് ചെയ്തിട്ടുള്ളത് അല്ലേ, പക്ഷെ നമുക്ക് ഇവിടെ എന്താണ്? വസ്തുവിൻ്റെ വിപരീത ചാർജാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ ഇത്? ഇനി ഇതിപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ളതായതുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഈ കുറച്ചും കൂടെ സമയം കഴിഞ്ഞാൽ ഈ ചാർജൊക്കെ നഷ്ടപ്പെട്ട് ഇത് പഴയ പോലെ ഈ അലൂമിനിയം ഫോയിൽ അടുത്തടുത്ത് വരും നോക്കും, പഴയ പോലെ ചാർജൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാവും. ഇനി അതിന് നമ്മൾക്ക് ഇങ്ങനെ കുറച്ചും കൂടെ സമയം എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വെൻ എ കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് നിയർ എ ചാർജ്ഡ് ബോഡി, ഓപ്പോസിറ്റ് ചാർജ് വുഡ് ബി ഇൻഡ്യൂസ്ഡ് ഓൺ എ സർഫസ് ഓഫ് കണ്ടക്ടർ ഫേസിംഗ് ദ ചാർജ്ഡ് ബോഡി. ദ ചാർജ് ഓൺ ദ ഇലക്ട്രോസ്കോപ്പ് സ്റ്റേസ് ഫോർ എ ലോങ് ടൈം ഡ്യൂ ടു ദ അട്രാക്ഷൻ ഓഫ് ദീസ് ഓപ്പോസിറ്റ് ചാർജസ്. അഥവാ ചാർജ് ചെയ്ത വസ്തുവിനടുത്ത് നമ്മൾ എന്ത് വെക്കണം? ഒരു ലോഹജാലകം വെച്ചാൽ എന്ത് സംഭവിക്കും? ചാർജ് ചെയ്ത വസ്തുവിന് അഭിമുഖമായി വരുന്ന ലോഹജാലകത്തിൻ്റെ ഉപരിതലത്തിൽ വിപരീത ചാർജ് പ്രേരണം ചെയ്യും. ഈ വിപരീത ചാർജുകളുടെ ആകർഷണം നിമിത്തം ഇലക്ട്രോസ്കോപ്പിലെ ചാർജ് ഏറെ നേരം നിലനിൽക്കും. അഥവാ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഇലക്ട്രോസ്കോപ്പ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അടിഭാഗം കട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ രണ്ട് ഭാഗത്തും അലൂമിനിയം ഫോയിൽ വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ നമുക്ക് അത് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് എർത്തൻ ചെയ്തിട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ബോഡി ഈ ഒരു കോപ്പർ മൊത്തമായിട്ട് എന്ത് കിട്ടി? പോസിറ്റീവ് ചാർജാണ് കിട്ടി. ഇത് രണ്ടും റിപ്പൽ ചെയ്യും, രണ്ട് അലൂമിനിയം ഫോയിലും അങ്ങനെ ആയതുകൊണ്ട് തന്നെ രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഇത് വികർഷിച്ചായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലും ഒരു അലൂമിനിയം ഫോയിൽ വെക്കുന്നു, ഈ ഒരു സൈഡിലും ഒരു അലൂമിനിയം ഫോയിൽ വെച്ചാൽ എന്താ സംഭവിക്കുക? ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഈ അലൂമിനിയം ഫോയിലുള്ള നെഗറ്റീവ് ചാർജ് ഉണ്ടാവുമല്ലോ, അത് ഈ ഒരു പോസിറ്റീവ് ചാർജുമായിട്ട് അഭിമുഖീകരിച്ച് നിൽക്കും, അഥവാ ഇതിനോട് അട്രാക്റ്റ് ചെയ്ത് നിൽക്കാനും വേണ്ടി ശ്രമിക്കും. ബാക്കി പോസിറ്റീവ് ചാർജ് മറ്റു സൈഡിലേക്ക് പോലെ അതുപോലെ തന്നെയാണ് ഈ ഒരു സൈഡിലും സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അഥവാ ഈ ഒരു ചാർജുള്ള ബോഡി കുറച്ച് നേരം കൂടെ നമുക്ക് ചാർജുള്ളതായിട്ട് നിലനിൽക്കാൻ വേണ്ടി പറ്റും, കുറേ നേരം നിലനിൽക്കും. ഈ ഒരു വിപരീത ചാർജുകളുടെ ആകർഷണം നിമിത്തം, അഥവാ ഇത് പോസിറ്റീവായി നമ്മൾ വെച്ച ലോഹം, പുതിയൊരു ഏതെങ്കിലും ലോഹം വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജിനോട് ഇത് അട്രാക്റ്റ് ആവും, ഈ പോസിറ്റീവും അതിൻ്റെ ഇലക്ട്രോൺസും അട്രാക്റ്റ് ആവും. അപ്പോൾ എന്താണ്? ആ ഒരു ആകർഷണം നിമിത്തം ഇലക്ട്രോസ്കോപ്പിലെ ചാർജ് ഏറെ നേരം നിലനിൽക്കും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ലോഹം എന്താണ് ഇവിടെ ഇൻസേർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് കുറേ നേരം കൂടി ഈ ഒരു ചാർജ് ഇവിടെ നിലനിർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഓക്കെ ആണോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ചാർജിങ് ബൈ കണ്ടക്ഷൻ പറഞ്ഞു, അതുപോലെ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടക്ഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ.